ആ ഒരു മുൾക്കിരീടം അവിടെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പൂർണ്ണ വിദ്യാർത്ഥിയായിട്ട് ബി എ സ്റ്റുഡന്റ് മെറ്റാഫോഴ്സിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു ബിഗിനറുടെ ഏറ്റവും ഒരു ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ടീമിൽ വരുന്ന ഓരോ പുതിയ ആളുകൾക്കും നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ട ഒരു കോച്ചിങ് ഇത് തന്നെയാണ്. നിങ്ങളൊരു മെറ്റാഫോഴ്സിൽ നിങ്ങളൊരു പുതിയ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് അറിയാത്തൊരു മേഖലയിലാണ്, ഞാനും നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. ഇതിലൂടെ പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ പറ്റുന്ന എക്സ്പീരിയൻസിലേക്ക് മാറിയിട്ടുള്ളത്. സോ ഓൾവേസ് ബി എ സ്റ്റുഡന്റ്. ഇതിൽ പുതിയ ആളുകളൊക്കെ ഈ ഒരു ബിസിനസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ, ഇന്നലെ വരെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യാം, പക്ഷെ അതിലേറെ നിങ്ങൾക്ക് ദോഷവും ചെയ്യാം. പക്ഷെ മെറ്റാഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഒരു ന്യൂ ബേബിയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റുഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മാറണം. അപ്പോൾ ഏത് കാര്യങ്ങളും സൂമിലൂടെയും അല്ലാതെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിങ്ങും എന്തും ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ വിശപ്പോട് കൂടിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ബിഗിനർ മാറുക എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി. രണ്ടാമത് ട്രസ്റ്റ് ആൻഡ് ഒബേ യുവർ സ്പോൺസർ. MC ആരുടെയോ മൈക്ക് ഒന്ന് ശ്രദ്ധിക്കണേ, സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ട്രസ്റ്റ് ആൻഡ് ഒബേ യുവർ സ്പോൺസർ, അതായത് നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തിയെ വിശ്വസിക്കുക എന്നുള്ളത് ഒരു രണ്ടാമത്തെ ക്വാളിറ്റിയാണ്. രണ്ടാമത്തല്ല, അത് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചത്. ഒരു മിനിറ്റ്, ഇവിടെ ഒന്നുകൂടി മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അമീൻക ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ട്രസ്റ്റ് ആൻഡ് ഒബേ യുവർ സ്പോൺസർ, അതായത് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിച്ച ആ ഒരു സ്പോൺസറെ വിശ്വസിക്കുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അനുസരിക്കുക. അതിലൂടെ ഒരുപാട് ലീഡേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ അനുസരിച്ച് അവരെ വിശ്വസിച്ച് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത് മസ്റ്റ് അറ്റൻഡ് ദ എഡ്യൂക്കേഷണൽ ഈവൻറ്റ്സ്. ഞാൻ പറയുന്നത്, നമ്മളിപ്പോ കണ്ണൂരാണ് എൻ്റെ വീടെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം എംപവർ അക്കാദമിയുടെ നടക്കുന്നുണ്ട്, ലെവൽ 1 ഓർ ലെവൽ 2. അത് കണ്ണൂരിലേക്ക് എന്നാണ് ആ പ്രോഗ്രാം നടക്കുക എന്ന് ചിന്തിച്ചിട്ടല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ നമ്മളെ സ്പോൺസറെ വിശ്വാസമാണെങ്കിൽ, അദ്ദേഹത്തെ ഞാൻ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ഞാനൊരു ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു വിശപ്പ് എനിക്കുണ്ടെങ്കിൽ, ഞാൻ എല്ലാ കാര്യങ്ങളും 0 മുതൽ പഠിക്കാനുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടെങ്കിൽ, അത് ഏത് ജില്ലയിലാണോ പ്രോഗ്രാം നെക്സ്റ്റ് നടക്കുന്നത്, നെക്സ്റ്റ് മൊമെന്റിൽ എവിടെയാണോ നടക്കുന്നത്, ആ പ്രോഗ്രാമിലേക്ക് ദൂരം നോക്കാതെ, എക്സ്പെൻസ് നോക്കാതെ ആ പ്രോഗ്രാമിൽ പോയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു ബിഗിനറുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അങ്ങനത്തെ ഒരു ബിഗിനർക്ക് മാത്രമേ ഒരു പ്രസന്ററായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ടീമിൽ വരുന്ന പുതിയ വ്യക്തികളോട് അവരൊരു ബിഗിനറായിട്ട് നിൽക്കാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളൊരു പ്രസന്ററായിട്ട് മാറണം. നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മാറണം. ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസന്ററായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മാറാൻ എത്രയും പെട്ടെന്ന് കഴിയണം എന്നുള്ള ഒരു വിഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബിഗിനർക്ക് കൊടുക്കേണ്ടത്. ഇനി ബിഗിനർ ഈ സൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഒരു പ്രസന്റർ ആകാനുള്ള തയ്യാറെടുപ്പ് ഫിസിക്കലി ആൻഡ് മെന്റലി നിങ്ങൾ റെഡി ആയിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ലെജൻഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൺ ഡേ നമുക്ക് മാറാനായിട്ട് കഴിയുള്ളൂ. സോ ഒന്നും കൂടി പറയുകയാണ്, ബി എ സ്റ്റുഡന്റ്. ഒരു ബിഗിനർ എന്ന് പറയുന്ന ഒരു പൊസിഷന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്, നമ്മളെപ്പോഴും പഠിക്കുന്ന ഒരാളായിട്ട്, എന്ത് കാര്യങ്ങളും പഠിക്കാനുള്ള ഒരാളായിട്ട് മാറുക. നമ്മുടെ സ്പോൺസർ എന്ത് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. മസ്റ്റ് അറ്റൻഡ് ദ എഡ്യൂക്കേഷണൽ ഈവൻറ്റ്സ്. ഒരു പ്രോഗ്രാമുകളും സൂം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഒരു പ്രോഗ്രാമുകളും കളയാതെ, മിസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും എല്ലാ എഡ്യൂക്കേഷനും നേടിയെടുക്കുന്ന ഒരാളായിട്ട് നമുക്ക് മാറി ഒരു പ്രസന്റർ ആകാനുള്ള ഓട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, റെഡിയാവും. സോ എന്താണ് പ്രസന്റർ? ഒരു ബിഗിനർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഒരു പ്രസന്റർ ആകണമെങ്കിൽ നമ്മൾ ആ ഒരു ബിഗിനറുടെ സ്പോൺസറുടെ ഡ്യൂട്ടിയാണ് ആ ഒരു ബിഗിനറെ പ്രസന്റർ ആകാനുള്ള വഴിയിലേക്ക് തെളിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെപ്പോലെ പറയുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന, നമ്മളെപ്പോലെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. നമുക്കറിയാം എന്താണ് ലീഡർഷിപ്പ് എന്നുള്ളതിന്റെ ഒരു കോട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരുപാട് ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല ലീഡർ. അദ്ദേഹത്തിനേക്കാൾ കഴിവുള്ള ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ലീഡർ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പല ബുക്കിലും പല കാര്യങ്ങളിലും നമ്മൾ വായിച്ചും കണ്ടിട്ടുമുണ്ട്.
ഇത് തന്നെയാണ് നമ്മൾ ടോട്ടലി ഓൾ ഓവർ നമ്മളൊരു ലീഡറാണ്. നമ്മൾ ഒരിക്കലും ഒരു ലീഡർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ലീഡർഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറാൻ കഴിയില്ല. നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചാൽ പോലും ആ ലീഡർഷിപ്പ് എപ്പോഴും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു ലെജൻഡ് ആയി കഴിഞ്ഞാൽ പോലും നമ്മളൊരു ലീഡറാണ്. സോ നമ്മൾ ബിഗിനറിൽ നിന്ന് നമ്മളൊരു ലീഡർഷിപ്പിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. സോ നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സോ എന്താണ് പ്രസന്റർ? ക്രിയേറ്റ് മോർ ബിഗിനേഴ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് നമ്മളൊരു ബിഗിനറിൽ നിന്ന് ഒരു പ്രസന്റർ ആയിട്ട് മാറാൻ എങ്ങനെയാണ്, നമുക്കൊരു ബിഗിനർ ആവുന്ന സമയത്ത് പഠിച്ചെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസം നമ്മളുടെ ലിങ്ക് ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് മെറ്റാഫോസിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്ത് നമ്മളുടെ ടീമിലുള്ള ആദ്യത്തെ ഒരാളിൽ നിന്ന് രണ്ടാമത്തെ ആളിലേക്കും മൂന്നാമത്തെ ആളിലേക്കും അത് 10 ആളിലേക്കും ഒക്കെ എത്തിക്കുമ്പോൾ നമ്മുടെ ടീം അറിയാതെ പോലും വലുതാവും. നമുക്കറിയാം എല്ലാം തുടങ്ങുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ എല്ലാം തുടങ്ങുന്നത് നമുക്കറിയാം ആദ്യത്തെ 1 കിലോമീറ്റർ ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് രണ്ടാമത്തെ കിലോമീറ്ററിലേക്കും 100ാമത്തെ കിലോമീറ്ററിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഒരു 1 കിലോമീറ്റർ കവർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും അറിയാം, ഒരു മാച്ച്, ക്രിക്കറ്റ് മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യത്തെ ഒരു റൺ എടുത്തതിന് ശേഷമാണ് നമുക്ക് 100 റണ്ണിലേക്കൊക്കെ എത്താൻ പറ്റുക. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒന്ന് എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് ആദ്യം വരുന്ന ഒരു വ്യക്തി, ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതും എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം. ആ വ്യക്തിയിൽ നിന്ന് അത് 2 വ്യക്തിയിലേക്കും 3 വ്യക്തിയിലേക്കൊക്കെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റി ഉള്ള ഒരാളായിട്ട് മാറുന്നത്. സോ ഒരു ബിഗിനർ പ്രസന്ററിലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരുപാട് ബിഗിനേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രസന്ററുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് മോർ ബിഗിനേഴ്സ്. നെക്സ്റ്റ്, എഡ്യൂക്കേറ്റ് യുവർ ബിഗിനേഴ്സ് ടു പ്രസന്റേഴ്സ്. അതായത് നമ്മളുടെ ടീമിൽ വരുന്ന ഓരോ പുതിയ ആളുകളെയും അവരെ പ്ലാൻ പഠിച്ച് എന്താണ് മെറ്റാഫോഴ്സ് എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലെവൽ 1 ലെവൽ 2 സൂമുകൾ എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഓരോ അവസരങ്ങളും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മാക്സിമം യൂസ്ഫുൾ ആകുന്ന രീതിയിലേക്കുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് അടുത്ത നമ്മളെപ്പോലെ ഒരു പ്രസന്റ് ചെയ്യുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം, ഓരോ ബിഗിനേഴ്സിനെയും മാറ്റുക എന്നുള്ളതാണ് ആസ് എ പ്രസന്റർ നമ്മുടെ ഡ്യൂട്ടി. 3, അപ്ഗ്രേഡ് ടു നെക്സ്റ്റ് ലെവൽ. നമ്മൾ ഒരു ബിഗിനറിൽ നിന്നൊരു പ്രസന്റർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് ബിഗിനേഴ്സിനെ പ്രസന്റർ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ബി റെഡി ടു അപ്ഗ്രേഡ് അവർ നെക്സ്റ്റ് ലെവൽ ടു എ ലീഡർഷിപ്പ്. നമ്മളൊരു ബിഗിനറിൽ നിന്ന് പ്രസന്ററിലേക്ക് എത്തിയ പോലെ അടുത്ത ഒരു ലീഡർഷിപ്പിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെഡി ആയിട്ട് എപ്പോഴും ഇരിക്കുക. ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ എപ്പോഴും റെഡി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫിക്സ് യുവർ മെന്റർ. നമുക്കറിയാം ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെന്റർഷിപ്പ് വേണം. ഏതൊരു ബിസിനസ്സിലും നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമുക്കൊരു മെന്റർഷിപ്പ് വേണം. ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആ ഒരു മേഖലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയെ ഒരു മെന്ററായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്കറിയാം, ഈ ഒരു ബിസിനസ് കഴിഞ്ഞ് അടുത്തൊരു ബിസിനസ്സിലേക്ക് പോകാനുള്ളതല്ല നമ്മുടെ ലൈഫ്. എന്നും പുതിയ പുതിയ അവസരങ്ങളിലേക്ക് പോകാനുള്ളതല്ല. കിട്ടിയ അവസരം ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ് ആണെങ്കിൽ അതിലെ ഓരോ ദിവസവും നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടറും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൂവ്മെന്റുകളും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കാം എന്ന് പറ്റുന്ന, നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെന്റർഷിപ്പ്, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മുടെ ഓരോ ഇടപെടൽ കൊണ്ടോ നമ്മുടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെന്റർഷിപ്പ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മെന്റർഷിപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓൾറെഡി ഈ ഒരു ബിസിനസ്സിൽ ഒരു മെന്റർ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പല ആളുകളും പല ടഫ് സിറ്റുവേഷനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. നമ്മൾ അതിലുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫിക്സ് യുവർ മെന്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ആപ്റ്റായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിനും നമ്മുടെ ക്യാരക്ടർ വൈസിനും നമ്മുടെ വേവ് ലെങ്ത്തിനും പറ്റുന്ന ഒരു മെന്റർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആസ് എ പ്രസന്റർ എന്താവണം, ഒരുപാട് ബിഗിനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം. എഡ്യൂക്കേറ്റ് യുവർ ബിഗിനേഴ്സ് ടു എ പ്രസന്റേഴ്സ്. നമ്മളിലൂടെ വരുന്ന ഓരോ പുതിയ ആളുകളെയും നമ്മളെപ്പോലെ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യണം, മാറ്റാൻ റെഡി ആവണം. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുപോലെ അടുത്തത് ഒരുപാട് പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപാട് ടീമിനെ കൺട്രോൾ ചെയ്യുന്ന, ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലീഡർഷിപ്പിലേക്ക് മാറാനായിട്ട് നമ്മൾ റെഡിയാവും. അടുത്തതൊരു മെന്ററെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ 2 ഭാഗവും മനസ്സിലായിട്ടുള്ള ആളുകൾ ഒന്ന് യെസ് എന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാൻ പറ്റും, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഈ പറഞ്ഞ ബിഗിനർ പ്രസന്റർ എന്ന് പറയുന്ന 2 സ്ലൈഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് യെസ്
Yes. അൺമ്യൂട്ട് ചെയ്തോളൂ. Yes. അൺമ്യൂട്ട് ചെയ്തോ. Yes. Yes, Amin ka, yes. Yes, sir. Yes. Yes, sir. Yes. No, sir. Yes. No, sir. മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും Muhammad Ibrahim, yes, sir. നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരുപാട് Yes, ആളുകൾ yes, yes, of course. ഒരുപാട് ആളുകളുണ്ട്. Yes, അപ്പൊ sir. അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു അടുത്തൊരു സ്റ്റെപ്പ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അല്ല, മ്യൂട്ട് ചെയ്തോളൂ അല്ലേ. അമീൻക ഒരു മിനിറ്റ്. അമീൻക ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്തോളൂ അവിടെ. അമീൻക അവിടെ ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. അമീൻക. ഓക്കെ, അപ്പൊ നമ്മളൊരു ബിഗിനറിൽ നിന്ന് ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു മാറി. നമ്മളൊരു ബിഗിനറായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്തു മറ്റുള്ളൊരു ആളുകളോട് ഇത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. നമ്മുടെ ടീമിൽ വരുന്ന പുതിയ പുതിയ ആളുകളെ ഇത് മറ്റാളുകളോട് പറയാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു ഒരുപാട് പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ലീഡർ എന്ന് പറയുന്നത് ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്തു നമ്മൾ എത്തി. തേർഡ് പൊസിഷൻ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയാം ലീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ലീഡർ. നമ്മളെ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി. നമുക്കറിയാം താറാവ് കൂട്ടങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് താറാവ് കൂട്ടങ്ങളും അതിന്റെ തള്ളത്താറാവുമായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ലീഡ് ചെയ്യുന്ന ഒരാൾ ബാക്കിൽ വടിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും. ഏത് വഴിയിലൂടെ അവർ പോകണം എന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വ്യക്തി അവിടെ ബാക്കിൽ ലീഡ് ചെയ്യുന്നുണ്ടാവും. അവരുടെ മദർ അല്ലെങ്കിൽ എന്താ പറയാ ആ മദർ ഡെക്ക് തള്ളത്താറാവ് എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടികളൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അവരെ ഒന്നുകൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാൻ പറയുന്നത് ആ കുഞ്ഞു താറാവുകളൊക്കെ എന്താണ്, ബിഗിനേഴ്സാണ്. അതിൽ നിന്ന് ഒരു പ്രസന്ററിലേക്ക് മാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ അമ്മ ആ ഒരു തള്ളത്താറാവ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ അവർക്കൊരു മെന്റർ വേണം, അല്ലെങ്കിൽ അവർക്കൊരു മെന്റർഷിപ്പ് വേണം, അവർക്കൊരു വഴികാട്ടി വേണം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ടുപോകുന്ന അവരെ വളർത്തുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരെ പുറകിൽ വടിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നടക്കുന്നുണ്ട്, അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതന്നെയാണ് റിയൽ എക്സാമ്പിൾ. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയൊരു തോട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. സോ ലീഡർ നമ്മളെല്ലാവരും, നമ്മൾ വിത്തൗട്ട് ലീഡ് ദർ ഈസ് നോ ലീഡർ. അതായത് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളെ ടീമിന് ലീഡർ ഇല്ലാത്തൊരവസ്ഥ വരും. നമ്മൾ എന്ത് പറയുന്നത്, ഒരു ലീഡർ ആകണം. ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം, കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, മരണപ്പെട്ടു പോയി, കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും ലീഡർ എന്നാ വിളിക്കുക. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് സൊസൈറ്റി മൊത്തം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ലീഡർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ലീഡർ എന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയും മഹേന്ദ്ര സിംഗ് ധോണി ഈസ് എ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യ, മിസ്റ്റർ കൂൾ എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹം നല്ലൊരു ലീഡറാണ്, അദ്ദേഹം നല്ലൊരു മെന്ററാണ്, അദ്ദേഹം നല്ലൊരു ലീഡറാണ്. അതേപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു കറക്റ്റ് ലീഡർഷിപ്പിലൂടെ കൊണ്ടുപോകുന്ന, ഒരുപാട് ആളുകളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് യഥാർത്ഥ ലീഡർ. എന്താണ് ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരുപാട് അണികളെ സൃഷ്ടിക്കുന്ന ഒരാളല്ല യഥാർത്ഥ ലീഡർ. ഒരുപാട് ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥ ലീഡർ. അത്ര തന്നെ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതിൽ ഫസ്റ്റ് ക്വാർട്ടർ എന്താണ് ലീഡർ? റിയലൈസ് യു ആർ എ ലീഡർ. അതായത് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങളൊരു ലീഡറാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഒരുപാട് ആളുകൾക്ക് റോൾ മോഡൽ ആകേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ ദിവസവും നിങ്ങളുടെ മാറ്റങ്ങളും മറ്റുള്ള ടീമുകളിലെ പ്രസന്റേഴ്സിനും ബിഗിനേഴ്സിനും ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടും ആകാംക്ഷയോട് കൂടിയിട്ടും ആശ്ചര്യത്തോട് കൂടിയിട്ടും നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുപോകണം. അത് നമ്മളിടുന്ന ഷർട്ട് ആയിക്കോട്ടെ, പാന്റ് ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഓരോ ദിവസവും നമ്മളെ കാണുമ്പോൾ പുതിയ രീതിയിൽ ബി എ ബ്രാൻഡഡ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മാറാൻ പറ്റണം. എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള എക്സ്പെൻസുകൾ ക്രിയേറ്റ് ചെയ്യാനല്ല പറയുന്നത്. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസുകളും എന്ത് കാര്യമായിക്കോട്ടെ, നമ്മുടെ ടീമിലുള്ള പ്രസന്റേഴ്സിന്റെ മുന്നിലും ബിഗിനേഴ്സിന്റെ മുന്നിലും അവർക്കൊരു ലീഡർഷിപ്പിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള റോൾ മോഡൽ ആകുക എന്നുള്ളതാണ്. റിയലൈസ് യു ആർ എ ലീഡർ. സോ അതിനൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലീഡറിന്. ഒരു ലീഡർ എന്ന് പറയുന്നത് ഒരിക്കലും ടീമിനെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരാളല്ല. എപ്പോഴും ഏതൊരു സെക്കൻഡിലും നമ്മുടെ ടീമിലുള്ള ബിഗിനേഴ്സിനും ഒരുപാട് പ്രസന്റേഴ്സിനും
ഞാനെന്ന് പറയുന്ന ഒരു ലീഡർ എപ്പോഴും പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. നമ്മൾക്ക് ഏതൊരു വ്യക്തിക്കും അറിയാം, ഞാൻ പറയുന്നത് ഇപ്പൊ MA യൂസഫ് അലി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ഏത് വ്യക്തിയും ആളുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്കും ടെൻഷൻസ് ഉണ്ടായിരുന്നു, അവർക്കും അവരുടെ ബിസിനസ്സിൽ അവരുടേതായിട്ടുള്ള സ്ട്രഗ്ലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോഴോ മറ്റുള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ അവരെപ്പോഴും പോസിറ്റീവ് വൈബിലായിരിക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ നമ്മളുടെ മാനസിക വിഷമങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ദുഃഖങ്ങളോ നമ്മുടെ പേഴ്സണൽ ബുദ്ധിമുട്ടുകളോ ഒന്നും നമ്മുടെ ടീമിലുള്ള ഒരു പ്രസന്റേഴ്സിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന്റെ മുന്നിലോ ഒരു വാക്കിൽ പോലും അല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ പോലും അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവർക്ക് എപ്പോഴും നമ്മളെ കാണുമ്പോൾ നമ്മളൊരു അപ്ഡേറ്റഡ് പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ എപ്പോഴും റോൾ മോഡലായിട്ട് മാറണം. സോ ആ ഒരു ബോധം, ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റണം. സോ റിയലൈസ് യു ആർ എ ലീഡർ. ഞാനൊരു ലീഡറാണെന്നുള്ള ഉത്തമ ബോധം എനിക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ക്രിയേറ്റ് മോർ പ്രസന്റേഴ്സ്, അതായത് പ്രസന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ, നേരത്തെ പറഞ്ഞു ഒരുപാട് ബിഗിനേഴ്സിനെയും ഒരുപാട് പ്രസന്റ് ചെയ്യുന്ന ആളുകളെയും എന്താ പറയാ നേടിയെടുത്തിട്ടാണ് ഒരു വ്യക്തി ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രസന്റ് ചെയ്യുന്ന ആളുകളെ നമ്മളുടെ ടീമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ബിഗിനേഴ്സുകൾ വന്നിട്ടുണ്ടാവും, അതിലൂടെ ഒരുപാട് പ്രസന്റേഴ്സും വന്നിട്ടുണ്ടാവും. അപ്പൊ ഓരോ ബിഗിനേഴ്സിനും വരുമാനമുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്തുകൊണ്ട് ആ വരുമാനം കിട്ടിയിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, അവരെ കോർഡിനേറ്റ് ചെയ്ത് അവർക്കുള്ള സൂമുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് പ്രസന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ഓരോ സൂമിലും സംസാരിക്കാനുള്ള അവസരം കൊടുത്ത് MC ആക്കാനുള്ള അവസരം കൊടുത്ത് അതിന്റെ ക്ലോസിംഗ് എക്സ്പീരിയൻസ് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ഓരോ ബിഗിനേഴ്സിനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മോർണിംഗ് സൂം ആണെങ്കിൽ ആ മോർണിംഗ് സൂമിൽ ലാസ്റ്റ് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് തലേ ദിവസം പറയണം, നാളെ ഇന്ന ആളാണ് മോർണിംഗ് സൂം എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നാളത്തെ മോർണിംഗ് സൂം കേട്ട് കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം, ഒരു 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നാളെ എന്ത് ചെയ്യണം, മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൂമിൽ പറയണം. ഇന്ന് നമുക്കറിയാം ഏകദേശം 25-ലധികം ആളുകൾ ഇന്ന് മോർണിംഗ് സൂമിൽ പ്രസന്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഫീഡ്ബാക്ക് പറയാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുത്തത് കൊണ്ട് അതിലൂടെ സംസാരിക്കാനുള്ള മടി മാറ്റിക്കൊണ്ടും പേടി മാറ്റിക്കൊണ്ടുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് ഒരുപാട് ആളുകൾ പ്രസന്റേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. സോ ഒരുപാട് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന, അവർക്ക് ഒരുപാട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് എന്ത് ചെയ്യണം, ഒരു ലീഡർ മാറണം. ബി എ റോൾ മോഡൽ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വാക്കിലും നോക്കിലും നടത്തത്തിലും എന്തും അത് മറ്റുള്ള ആളുകൾക്ക് ഒരു റോൾ മോഡൽ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് നമ്മുടെ എന്ത് ചെയ്യണം, ബിസിനസ്സിലെ ഓരോ മൊമെന്റുകളും മാറ്റിയെടുക്കാൻ പറ്റണം. ഓർഗനൈസ് ഈവന്റ്സ് എന്ന് പറയുന്നതിൽ എന്താ പറയാ, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. നമ്മുടെ ടീമിന് വേണ്ട ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ ലെവൽ 1, ലെവൽ 2, മോർണിംഗ് സൂം, അതുപോലെ തന്നെ ഈവനിങ് സൂം, അതുപോലെ തന്നെ സ്പെഷ്യൽ BOPകൾ, അതുപോലെ തന്നെ ഫോളോ അപ്പ് സൂമുകൾ, ഓരോ ടീമിന്റെ എന്താ പറയുക ലീഡർഷിപ്പ് മീൻസ് ഒരുപാട് പ്രസന്റേഴ്സിന്റെ ഒരു കോർഡിനേഷൻ ടീം ഉണ്ടാക്കിയിട്ട് അതിന്റെ സൂമുകൾ നടത്തി കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടും അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളായിട്ടും അതിന് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഓർഗനൈസർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറണം. അത് മാത്രമല്ല ഡെയിലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നല്ല ലീഡർ ആവാൻ പറ്റുള്ളൂ. വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ ദർ ഈസ് നോ ലീഡർ. അതായത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ടീമിലുള്ള ഓരോ പുതിയ വ്യക്തികളും ഓരോ പ്രസന്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണലി അവരുടെ A to Z കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്താണ് ആവശ്യം, എന്താണ് അവരുടെ വരുമാനത്തിന്റെ കുറവ്, അവർക്ക് വരുമാനം ഉണ്ടോ ഇല്ലയോ, അവർക്ക് നെക്സ്റ്റ് ഇന്നലെ എത്ര പേർക്ക് വരുമാനം ഉണ്ട്, ഇന്നലെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിച്ചത് ആരാണ്, കഴിഞ്ഞ മാസം എന്റെ ടീമിൽ ഇത്ര അധികം വരുമാനം മേടിച്ച് എത്ര പേരുണ്ട് എന്നുള്ള എന്താ പറയാ കണക്കുകൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. So realize you are a leader, create more presenters, be a role model, organize more events, daily communication. അതായത് ഞാനൊരു ലീഡർ ആണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് തിരിച്ചറിവുണ്ടാവുക, അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരുപാട് പ്രസന്റ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് പ്രസന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എപ്പോഴും മറ്റുള്ള ആളുകൾക്ക് റോൾ മോഡൽ ആയിട്ട് മാറുക. ഞാൻ ഒരുപാട് എന്താ പറയാ പ്രസന്റേഴ്സ് സംസാരിക്കാൻ അവർക്ക് പുറത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം. ഞാൻ എന്നും എന്റെ ടീമിന്റെ കൂടെ എന്താ പറയാ ഒരു മെയിൻ എന്താ പറയാ പ്രസന്റേഴ്സിന്റെ ഒരു കോർ ടീമുമായിട്ട് എന്നും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. എന്റെ ടീമിൽ പുതിയതായിട്ട് ഇന്നലെ വരെ ഐഡി അടിച്ച ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര പേര് പുതിയതായിട്ട് വന്നു, അവരാരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റ എന്റെ കയ്യിൽ ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ടീമിലുള്ള മെയിൻ മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് എന്ത് ചെയ്യണം, മാറാൻ പറ്റണം. ഇതാണ് ലീഡർ. സോ എന്താണ് ലീഡർ എന്ന് മനസ്സിലായിട്ടുള്ള ആളുകളൊക്കെ ഹായ് എന്നൊന്ന് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ഹായ്.
Hi. 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 താങ്ക് യു മതി താങ്ക് യു ഓക്കെ. ഇനി ലീഡർഷിപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോകേണ്ടത് എവിടേക്കാണ്? അച്ചീവറിലേക്കാണ്. നമുക്കറിയാം, ഒരുപാട് പ്രസന്റേഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, അവരെ ലീഡ് ചെയ്ത്, അവരെ കോർഡിനേറ്റ് ചെയ്ത്, അവർക്കുള്ള ഓരോ പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്ത് കൊടുത്ത്, ആ ഓരോ ഇത്രയും ലീഡർഷിപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഒരാളനുസരിച്ചിട്ടുണ്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലീഡർ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ സ്പോൺസറെ ട്രസ്റ്റ് ചെയ്ത്, ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മളൊരു ബിഗിനർ എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുമ്പോൾ നമ്മളെ സ്പോൺസർ നമ്മൾ വിശ്വസിക്കുന്നു, അതിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നു. അത് ഒരിക്കലും ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, നമ്മളൊരു പ്രസന്റർ ആയിട്ട് മാറിയാലും ഒരു ലീഡറായിട്ട് മാറിയാലും ഒക്കെ നമ്മുടെ സ്പോൺസറെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞല്ലോ, വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കാൻ. ഈ ഒരു അവസരം നമുക്ക് കിട്ടിയത് ആ വ്യക്തിയിലൂടെയാണ്. ചിലപ്പോ ഈ അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്തു വെച്ച എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുടെ ഒരു കർമ്മ ബലം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, നമ്മളുടെ ഒക്കെ മക്കളുടെ ഭാഗ്യം കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതിനൊരു നിമിത്തമായത് നമ്മുടെ സ്പോൺസറാണ്. സോ ആ സ്പോൺസറുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടോ, മതം നോക്കിയിട്ടോ, ജാതി നോക്കിയിട്ടോ, വയസ്സ് നോക്കിയിട്ടോ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ സ്പോൺസർ ഇന്ന ആളാണെന്ന് ഏത് വേദിയിലും നമുക്ക് എന്ത് ചെയ്യണം? ഏത് പ്രോഗ്രാമിലും എന്നെ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തത് ഇന്ന വ്യക്തിയാണ് എന്ന് പറയാൻ ഒരു മടിയും ചെയ്യരുത്, വിചാരിക്കരുത്. സോ അപ്പൊ ഈ രീതിയിലാണെങ്കിലും നമ്മളൊരു ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്പോൺസറെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അനുസരിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. സോ അദ്ദേഹത്തിന്റെ മെന്ററിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളൊരു അച്ചീവർ ആയിട്ട് മാറേണ്ടത്. അച്ചീവർ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മളുടെ ഓരോ ഡ്രീമുകളും അച്ചീവ് ചെയ്യുന്ന എന്ന് നമ്മൾ പറയുന്നതല്ല, നമ്മളുടെ ടീമിലുള്ള ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അച്ചീവർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ടീമിലുള്ള ഓരോ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഇന്ന ഡ്രീം അച്ചീവ് ചെയ്തു, അദ്ദേഹം കഴിഞ്ഞ മാസം ഇന്ന ഡ്രീം അച്ചീവ് ചെയ്തു, അദ്ദേഹം ഒരു പ്ലോട്ട് എടുത്തു, ഒരു വീട് വെച്ചു, അദ്ദേഹം ഒരു കാർ എടുത്തു, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗിഫ്റ്റ് കൊടുത്തു വൈഫിന്, അല്ലെങ്കിൽ അമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഓരോ ചെറിയ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രീമുകൾ മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ വലിയ ഡ്രീമുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ബിസിനസ് ചെയ്ത് ഓരോ ക്വാർട്ടർലി പീരീഡ് മുതൽ നമുക്ക് എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 100 ദിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ ബിസിനസ്സിലൂടെ നേടിയത്, കിട്ടിയ വരുമാനം കൊണ്ട് എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ നേടിയെടുത്തത്. ഞാൻ എൻ്റെ ഇത്ര കടം വീട്ടി, അതൊരു അച്ചീവ്മെന്റ് ആണ്. എൻ്റെ മക്കൾക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, അതൊരു അച്ചീവ്മെന്റ് ആണ്. ഒരു പവന്റെ ഗോൾഡ് എടുത്തു, അതൊരു അച്ചീവ്മെന്റ് ആണ്. പണയം വെച്ചിരുന്ന ഗോൾഡ് തിരിച്ചെടുത്തു, അതൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ പറയുന്നത്, നമുക്ക് വരുമാനം കിട്ടി, നമ്മൾ അധ്വാനിച്ച് നമുക്ക് കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അച്ചീവ്മെന്റ് ആണ്. ഒരു ദിവസം വീട്ടിൽ ഈ ബിസിനസ്സിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ ഒരാഴ്ചയിൽ കിട്ടിയ വരുമാനം കൊണ്ട് ഒരു ദിവസം വീട്ടിൽ എന്ത് ചെയ്തു? നല്ല ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു, വീട്ടുകാരൊക്കെ ഹാപ്പി ആയിട്ട്, അത് അച്ചീവ്മെന്റ് ആണ്. ഞാൻ പറയുന്നത്, എന്ത് കാര്യം ഈ വരുമാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ അതുവരെ ഇല്ലാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഈ ഒരു വരുമാനം കൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെയും അച്ചീവ്മെന്റ് ആണ്. സോ ഒരു ലീഡർഷിപ്പിൽ നമ്മൾ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു അച്ചീവറാണ്. ഓരോ ഡ്രീമുകളും ഫുൾഫിൽ ചെയ്ത് ഒരുപാട് ലീഡേഴ്സിനെ, അതായത് ഒരുപാട് ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്ന, ഇപ്പൊ ഒരു 10 ഡയറക്ടർ ഓഫറിലുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 5 ഡയറക്ടർ ഓഫറിലുള്ള ഒരാളാണെങ്കിൽ, അതിലൊരു 3, 4, 5 ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അച്ചീവർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ, ഉറപ്പായിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്താ പറയാ, നമ്മുടെ ആരെയാണ് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം? ഇപ്പൊ മിനി അനിൽ എന്ന് പറയുന്ന മാഡം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മിനി അനിൽ എന്ന് പറയുന്ന ഒരു മാഡം ബിഗിനർ മുതൽ എനിക്കറിയാം, ഇന്ന് അവർ ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തഫ്സീന മാഡം, കണ്ണൂര്. തഫ്സീന മാഡത്തിനെ അവർ തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ അവരെന്ത് ചെയ്തു? പ്രസന്റർ എന്ന് പറയുന്ന ലെവലിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അവർ ലീഡർഷിപ്പിലേക്ക് നെക്സ്റ്റ് എത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ്, നമ്മുടെ ഷാഹിന മാഡം ചെയ്തിട്ട് ബിഗിൻ ചെയ്തു, അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് ചെയ്തു? നല്ല ഒരു പ്രസന്റർ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ മാറാൻ കഴിഞ്ഞു. ഇന്ന് അവരുടെ ടീമിൽ ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ലീഡറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഷാഹിന മാഡം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരുപാട് ലീഡർഷിപ്പ് മീൻസ് ഷാഹിന മാഡത്തിനെ ക്രിയേറ്റ് ചെയ്ത പോലെ, അതല്ലെങ്കിൽ നമ്മുടെ ഉല്ലാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്ത പോലെ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഫാറൂഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, മെറ്റാവിയൻസിന്റെ. അദ്ദേഹം ഒരു അച്ചീവറാണ്.
അതല്ലെങ്കിൽ ഡിജിറ്റൽ ഡൈനമോസിന്റെ റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അച്ചീവർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളറിയാതെ പോലും നമ്മളുടെ ടീമിൽ ഒരുപാട് പുതിയ പുതിയ ലീഡേഴ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്ക് അച്ചീവർ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. പിന്നെ എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന, നമ്മുടെ ടീമിൽ ലീഡേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട ട്രെയിനിങ്സുകൾ, അവർക്ക് വേണ്ട ഈവന്റുകൾ, അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും മാറുക, അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഓരോ ഡ്രീമുകൾ അച്ചീവ് ചെയ്തതുപോലെ നമ്മുടെ ടീമിലെ ഓരോ ലീഡേഴ്സിന്റെയും അവരുടെ ഡ്രീമുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബി എ പെർഫെക്റ്റ് പ്രോബ്ലം സോൾവർ. നമ്മളൊരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിന്റെ ഗ്രോത്ത് വലുതാകുന്നതിനനുസരിച്ച്, ടീമിന്റെ മാൻ പവർ സിസ്റ്റം വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ ടീമിൽ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം പല ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള, പല ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളാണ് നമ്മുടെ ടീമിൽ വരിക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ടീമിലുള്ള ഓരോ വ്യക്തികളുടെ ടീമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള മീൻസ് ചെറിയ ചെറിയ ഇഷ്യൂസുകൾ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ ഒരു പഴയ ഒരു ലൈവ് ലീഡർഷിപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം സോൾവർ, പെർഫെക്റ്റ് പ്രോബ്ലം സോൾവറായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മാറാൻ കഴിയണം. പിന്നെ എപ്പോഴും ബിൽഡ് ന്യൂ ബിസിനസ് സ്ട്രാറ്റജീസ്. അതായത് നമ്മുടെ ടീമിന് വേണ്ടി എനിക്ക് എന്ത് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കോൺടെസ്റ്റുകൾ നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, അത് എൻ്റെ അപ്ലയൻസുമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. എൻ്റെ ടീമിനോട് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ടീമിന്റെ വലിപ്പം കൂട്ടാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പുതിയ പുതിയ ബിസിനസ് സ്ട്രാറ്റജികളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്കാണ് ഒരു നല്ല അച്ചീവറായിട്ട് മാറാൻ പറ്റുള്ളൂ. പിന്നെ റെക്കഗ്നൈസ് യുവർ പാർട്ട്നേഴ്സ്. നമ്മുടെ ടീമിൽ 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അച്ചീവ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വരുന്ന 7-ാം തീയതി KGF എന്ന് പറയുന്ന ഒരു ടീമിന്റെ ലീഡറാണ് നമ്മുടെ ലിബി ചേട്ടൻ. അദ്ദേഹം ഒരു അച്ചീവർ കൂടിയിട്ടാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഘട്ടത്തിലും പല പല അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ടീമിലുള്ള പല ആളുകൾക്കും അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ടീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, 150ഓളം വരുന്ന ഒരു മെമ്പേഴ്സിന്റെ പ്രോഗ്രാം ഈ വരുന്ന 7-ാം തീയതി കാലിക്കറ്റ് വെച്ച് നടത്തും. 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്തിട്ടുള്ള മുകളിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് റെക്കഗ്നീഷൻ കൊടുക്കണം. നമുക്കറിയാം ഇതൊരു കമ്പനിയല്ല, ഇതൊരു കോർപ്പറേറ്റ് സിസ്റ്റം അല്ല, ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ എന്ത് പറയും, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി കോർപ്പറേറ്റ് ആവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു കോർപ്പറേറ്റ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്തിട്ടുള്ള ആളെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അവരെ നെക്സ്റ്റ് പ്രോഗ്രാമിൽ റെക്കഗ്നൈസ് ചെയ്യണം. ഒരു ഷീൽഡോ ഒരു സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും കൊടുത്ത് അവര് അച്ചീവ് ചെയ്തിട്ടുള്ള ആ 1 ലക്ഷം രൂപ പൊസിഷനുള്ള ഒരു വാല്യൂ നമ്മൾ റിയലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. സോ ക്രിയേറ്റ് മോർ ലീഡേഴ്സ്, കോർഡിനേറ്റ് യുവർ ലീഡേഴ്സ്, സെറ്റ് ദ ഗോൾസ് ടു ലീഡേഴ്സ്. നല്ല നല്ല ഡ്രീമുകൾക്കുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് അച്ചീവർ ആവാൻ പറ്റുള്ളൂ. ബി എ പെർഫെക്റ്റ് പ്രോബ്ലം സോൾവർ, ബിൽഡ് ന്യൂ ബിസിനസ് സ്ട്രാറ്റജീസ്, ഓൾവേസ് റെക്കഗ്നൈസ് യുവർ പാർട്ട്നർ. ഇത്രയും പോയിന്റുകൾ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് അച്ചീവർ ആയിട്ട് എന്ത് ചെയ്യണം, മാറുകയാണ്. നമ്മുടെ ടീമിലുള്ള ലീഡേഴ്സിനൊക്കെ നമ്മൾ അച്ചീവർ ആയിട്ട് എന്ത് ചെയ്യണം, ഡേ ബൈ ഡേ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ന് നമ്മുടെ ടീം എംപവറിൽ ഇല്യാസ്കയും അതുപോലെ തന്നെ അസീംക്കാരെയൊക്കെ പോലെ ലെജൻഡുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടിയുയർത്തി നിൽക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഒരു ലെജൻഡാണ്. നമുക്കറിയാം ലെജൻഡ് ഈസ് ഓൾവേസ് ലെജൻഡ്. ക്രിയേറ്റ് മോർ അച്ചീവേഴ്സ്. അതായത് ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ലെജൻഡ്. ദ ഫൈനൽ പൊസിഷൻ. അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻജോയ് ദ ഓൺട്രപ്രണർ ലൈഫ്. അതായത് ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ടെൻഷനൊന്നും ഇല്ലാതെ എന്താ പറയാൻ പറ്റുക, ഏതൊരു വലിയ ഈവന്റുകൾക്ക് മാത്രം എഡിഫൈഡ് ലീഡറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന രീതിയിൽ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലെജൻഡറി പൊസിഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അതായത് മൊത്തം ബിഗിനേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അച്ചീവേഴ്സിനെയും മോണിറ്റർ ചെയ്യുന്ന ഒരു ഓഫീസിൽ, ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഇരുന്ന് മൊത്തം ബിസിനസ്സുകളും നോക്കി കാണുന്ന രീതിയിൽ ഉള്ള ഒരു ലെജൻഡറി പൊസിഷൻ. അതായത് ഇപ്പൊ MA യൂസഫലി എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും അറിയാം, ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ആയിരക്കണക്കിന് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം ഈ എല്ലാ ഷോപ്പുകളിലേക്കൊന്നും എത്തുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ്സുകളും മോണിറ്റർ ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു സെന്റർ ഓഫ് ദ മോണിറ്ററിംഗ് ഉണ്ട് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു അബുദാബിയിലായിരുന്നു, ഇപ്പൊ UK തോന്നുന്നു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തുള്ള എല്ലാ ഔട്ട്ലെറ്റുകളുടെയും ബിസിനസ്സുകളും അതല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള മോണിറ്ററിങ്സും ചെയ്യുന്നുണ്ട്, അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞൊരു 5-8 വർഷത്തിനുള്ളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ് മൈജി. ആദ്യത്തെ ഒരു ഷോപ്പ് തുടങ്ങി, അവിടുന്ന് എന്ത് ചെയ്തു, അദ്ദേഹം 2 ഷോപ്പിലേക്ക് മാറി, അത് 5 ഷോപ്പായി 10 ഷോപ്പായി. അപ്പൊ നോക്കുമ്പോൾ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരു മാനേജർ ഉണ്ടായിരിക്കും.
അപ്പൊ എല്ലാ ഔട്ട്ലെറ്റിലെ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തുണ്ട്, അവർക്കൊരു എക്സ്ട്രാ ഒരു എന്താ പറയാ ഒരു സീനിയർ മാനേജർ ഉണ്ടായിരിക്കും. ആ ഒരു സീനിയർ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് ഒരു സോണൽ മാനേജർ ഉണ്ടായിരിക്കും. ആ സോണൽ മാനേജറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തുണ്ട്, അവർക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് അതിന്റെ ഓണർക്ക് ഓൾറെഡി അതിന്റെ ഒരു അഡ്മിൻ പാനൽ ഉണ്ടായിരുന്നു. ആ അഡ്മിൻ പാനലിലൂടെയാണ് എല്ലാ ഔട്ട്ലെറ്റ്സിലെ വിവരങ്ങളും എന്ത് ചെയ്യുന്നത്. മൈജി എന്ന് പറയുന്ന ആ ഒരു ഫേമിന്റെ ഓണർ ആയിട്ടുള്ള ഷാജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എല്ലാ ഷോപ്പിലും ഡീറ്റെയിൽസും ഡാറ്റാസും കിട്ടുന്നത് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഒരു എന്താ പറയാ പെർഫെക്റ്റ് അഡ്മിൻ പാനലിലൂടെയാണ് അത് കിട്ടുന്നത്. അപ്പൊ അവർക്ക് അത് കിട്ടാനുള്ള സിസ്റ്റം എന്തുണ്ട്, ഒരു മാനേജർ, ഒരു സെയിൽസ് മാനേജർ എന്നൊരു മാനേജറിലേക്കും ഓരോ മാനേജറിൽ നിന്ന് എന്തുണ്ട് നെക്സ്റ്റ് ഒരു സ്റ്റോർ മാനേജറിലേക്കും അങ്ങനെ ഓരോ ലെവലിലേക്കുള്ള അപ്ഗ്രഡേഷനിലൂടെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ബിസിനസ് അവർ റൺ ചെയ്യുന്നത്. സോ എല്ലാ ബിസിനസ്സിലും ഇതേപോലെ സിസ്റ്റം ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. അതിന് ആദ്യത്തെ ക്വാളിറ്റി മോർണിംഗ് സൂമിൽ നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള എത്ര ബിഗിനേഴ്സ് കയറുന്നുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. എന്തുകൊണ്ട് കയറിയില്ല, നാളെ നിങ്ങൾ എന്താണ് കയറണം, കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അവസരങ്ങൾ ഇതൊക്കെയാണ്. ഓരോ സൂം കഴിയുമ്പോഴും നമ്മുടെ ടീമിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ബിഗിനേഴ്സിനെ കൊണ്ടും ഫീഡ്ബാക്ക് പറയിപ്പിക്കുക. ആ ഒരു ഫീഡ്ബാക്ക് പറയുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഭയം, പേടി, ദ ഫിയർ ഓഫ് ഫെയിലിയർ എല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല പ്രസന്റർ ആയിട്ട് മാറാൻ പറ്റും. ഒരു നല്ല പ്രസന്റർ ആയാൽ മാത്രമേ നമ്മുടെ ബിസിനസ് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരുപാട് ആളുകളെ സംസാരിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളൊരു ലീഡറായിട്ട് മാറാൻ പറ്റുള്ളൂ. നമ്മുടെ ടീമിലുള്ള ആൾ ചോദിക്കുകയാണ് നിങ്ങൾ ഏത് ടീമിലെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റണം അത് ഡിജിറ്റൽ ഡൈനമോസിലോ അല്ലെങ്കിൽ ഡിസയർ ഫോഴ്സിന്റെയോ മെറ്റാവിയൻസിന്റെയോ KGF-ന്റെയോ ഒക്കെ പേര് പറയുമ്പോൾ അവരെടുത്ത് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്, അതാണ് ലീഡർഷിപ്പ്. അത് നമ്മുടെ ടീമിലുള്ള ആളുകൾ ഉൾക്കൊണ്ട് വിശ്വസിച്ച് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുന്ന പേരാണ് ലീഡർ. ആ ഒരു നമ്മുടെ സമ്മതം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കാതെ നമ്മുടെ ടീമിലുള്ള ആളുകൾ ഏറ്റെടുത്ത് പറയുമ്പോഴാണ് നമ്മളൊരു ലീഡറായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. സോ നമ്മൾ നല്ല ലീഡറായാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. സമയം എന്ത് ചെയ്യുന്നുണ്ട്, കഴിയാനായി. അപ്പോ 8:05 കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല ഫീഡ്ബാക്കുകളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പുകളിലും ഒരു എന്താ പറയാ ലിമിറ്റഡ് ഫീഡ്ബാക്കുകൾ സൂമിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൂമിൽ വോയിസ് ആയിട്ട് എന്ത് ചെയ്യുക പറയാം. എന്നാൽ അടുത്തൊരു സൂമിൽ എനിക്ക് ഇതിനും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ഇഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ലൈഫ് ഒന്നേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ലൈഫിൽ എല്ലാ ആളുകൾക്കും ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതം ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു സാധാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പോലെ ആവരുത്. അതെപ്പോഴും ഒരു ഹൈപ്പർ മാർക്കറ്റ് പോലെ ആവണം. നമുക്ക് ഇഷ്ടപ്പെട്ടത് പോയി തെരഞ്ഞെടുത്ത് മേടിക്കാൻ പറ്റണം, അല്ലാതെ കിട്ടുന്നത് മേടിക്കലല്ല ജീവിതം എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടത് വില നോക്കാതെ വലിപ്പം നോക്കാതെ നമുക്കും വീട്ടുകാർക്കും നമ്മുടെ കാത്തിരിക്കുന്ന നമ്മുടെ മക്കൾക്കും എല്ലാം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വില നോക്കാതെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അച്ഛനായിട്ടും അമ്മയായിട്ടും നമുക്ക് മരിക്കാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെയെങ്കിലും ഒരു സ്റ്റേജിലെങ്കിലും മാറാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു രാത്രിയെങ്കിലും 1 രൂപ പോലും കടമില്ലാതെ നമ്മുടെ മാതാപിതാക്കളെ കൂടെ നമ്മുടെ മക്കളെ കൂടെ ഭാര്യയുടെ കൂടെ കളിച്ചു ചിരിച്ച് നാളത്തെ ടെൻഷൻ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരു രാത്രിയെങ്കിലും ആഘോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ മോസ്റ്റ് ലക്ഷറി നൈറ്റ് ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു രാത്രിയാണ്. ഒരു ദിവസമെങ്കിലും അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ് ആയിട്ട് മരിക്കാൻ പറ്റില്ല. അതുപോലെയുള്ള ഒരുപാട് രാത്രികൾ സമ്മാനിക്കുന്ന ജീവിതമാവട്ടെ നമ്മുടെ ജീവിതം. അതിന് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സോഴ്സ് ആണ് മെറ്റാഫോഴ്സ്. സോ മെറ്റാഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് 100% വിശ്വസിക്കുന്ന ആ ഒരു മൊമെന്റ് മുതൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സ്വപ്നങ്ങളെ പിന്തുടരുന്ന, സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യുന്ന, സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന എല്ലാവർക്കും റോൾ മോഡലായിട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരേപോലെ ഒരേ പേരിലൂടെ അവർ പറയുന്ന റോൾ മോഡലായിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.